അസ്സലാമു അലൈക്കും. സുഖം തന്നെയല്ലേ? അങ്ങനെ പോണല്ലേ? ഏതായാലും അങ്ങനെ പോട്ടെ മക്കളെ, എന്താ പറയുക. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ആ വേദനയും പകയും എനിക്ക് പോയിട്ടൊന്നുമില്ല കേട്ടോ. അതങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട് നമ്മളെ കാശ്മീർ സംഭവം. ഏതായാലും നാളെ എൻ്റെ വിരുന്നുകാരെത്തുകയാണ്. 25-ാം തീയതി തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ നാളെ അവരെത്തിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ നാളെയും മറ്റന്നാളും 8 ആളുണ്ടാവും. ബാക്കി ഒരാൾ എൻ്റെ ഉമ്മ, അതായത് എൻ്റെ അമ്മായിമ്മ ഇവിടെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ താമസിക്കുന്നത് പൂന്തറ മഹലിലാണ്, ഭീമാപ്പള്ളി ആ ഭാഗത്താണ്. ഭീമാപ്പള്ളിയിലെന്ന് പറയാം, അത്രയും ഭീമാപ്പള്ളി അവരുമായിട്ട്. ഭീമാപ്പള്ളിയിലും കുറേ ആൾക്കാരുണ്ട്, അതേമാതിരി തന്നെ പൂന്തറയിലും ആ മഹലിലുമാണ്. ഞാനും ആ മഹലിൽപ്പെട്ട ഒരാൾ തന്നെ. ഞാൻ അവിടെ വരുമ്പോൾ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ പൂന്തറ മഹലിൽ മറവ് ചെയ്യാം. കാരണം എനിക്ക് അവിടെ ഒരു അവകാശമുണ്ട്, ഒരു മഹലിലൊരംഗമാണ് ഞാൻ. ഏതായാലും അവരെല്ലാം നാളെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 മാസം, 3-ാമത്തെ മാസമായി ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ 2 കൂട്ടർ ഇവിടെ വന്നുപോയി. തിരുവനന്തപുരത്ത് നിന്ന് 2 പാർട്ടികൾ ഇവിടെ വന്നുപോയി. അവരൊക്കെ ഭീമാപ്പള്ളി ഭാഗത്തു നിന്ന് തന്നെയാണ് വന്നു പോയിട്ടുള്ളത്. അവർ വന്ന് ഈ 2 ദിവസം നിന്നിട്ട് പോയി. പിന്നെ ഇവിടെ 2-3 കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വന്ന പാർട്ടികളെ ഒരാൾക്കാരെ എൻ്റെ മകൾ വന്നത് ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. മറ്റവർ വന്ന് കാണിക്കാൻ പറ്റില്ല. കാരണം രാവിലെ പുലർച്ചെ 3 മണിക്ക് എത്തി. പകലൊരു 11:30-12 ആയപ്പോഴത്തേനും അവർ പോവുകയും ചെയ്തു. അപ്പോൾ പിന്നെ അതൊന്നും നമ്മൾ ഈ വെക്കണ്ടിയും വളമ്പണ്ടിയും ആഹാരം കൊടുക്കേണ്ടിയും തിരക്കിലായതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ അത് വീഡിയോ ഇട്ടതുമില്ല. ഏതായാലും അവർ പോയി. നാളെ എൻ്റെ വിരുന്നുകാർ വരികയാണ്. അപ്പോൾ ആ വിരുന്നുകാരിലെ എൻ്റെ ഉമ്മാൻ്റെ മുഖം മാത്രം വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യണം. കാരണം എൻ്റെ ഉമ്മ 85 വയസ്സുള്ള ഉമ്മയാണ്. ഒരുപാട് കാലത്തെ ജീവിതാനുഭവങ്ങളില്ല എൻ്റെ ഉമ്മയാണ്. അപ്പോൾ ആ ഉമ്മാനെ വെച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്കുണ്ട്, എൻ്റെ ഉമ്മാനെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. എൻ്റെ അമ്മ മരിച്ചുപോയി 3 കൊല്ലമായി. അപ്പോൾ ഇനി എനിക്ക് ഉമ്മ എന്ന അധികാരത്തോടെ വിളിക്കാൻ പറ്റിയ ഒരു ഉമ്മയാണത്. മറ്റുള്ളവരെ വിളിക്കാൻ പറ്റില്ല എന്നല്ല കേട്ടോ, വിളിക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ അടുത്തുള്ളവരൊക്കെ പ്രായമുള്ളവരെ ഉമ്മ എന്ന് വിളിച്ചാൽ ആരും ഒന്നും പറയുന്നില്ല. പക്ഷെ എന്നാലും നമുക്കൊരു പരിധി ഉണ്ടല്ലോ. എപ്പോഴും പോയി വിളിച്ചാൽ ചിലപ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇതിന് പിന്നെ പരിധി ഉണ്ടാവില്ല. എൻ്റെ അമ്മ മരിക്കുന്നവരെ എനിക്ക് ഇനി ഉമ്മ തന്നെ വിളിക്കാം. പക്ഷെ തിരുവനന്തപുരത്തൊക്കെ ഉള്ള വിളി എന്താണെന്ന് വെച്ചാൽ മാമി എന്നാണ് വിളിക്കുക. അമ്മായിമ്മമാരെ മാമി എന്നാണ് വിളിക്കുക. പക്ഷെ മലപ്പുറത്ത് അങ്ങനെയല്ല, ഉമ്മ എന്നാണ് വിളിക്കുക. നമ്മളെ പെറ്റുമ്മ ഉമ്മ തന്നെ, അവരും ഉമ്മ തന്നെ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാ വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ പുലർച്ചെ 5 മണിയാവുമ്പോൾ എൻ്റെ ഉമ്മയും നാത്തൂമാരെ മക്കളും മരുമക്കളും പേരക്കുട്ടികളായിട്ട് അങ്ങനെ ഒരു സംഘം വരുന്നുണ്ട്. ചെറിയ വീടാണ്, എന്നാലും അതിൻ്റെ ഉള്ളിലൊക്കെ സന്തോഷത്തോടെ ഒതുക്കി പറഞ്ഞു വിടണമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ അസ്സലാമു അലൈക്കും. ഇനി കൂടുതലൊന്നും പറയില്ല. നാളെ ചിലപ്പോൾ വീഡിയോ ഇടാൻ പറ്റിയെങ്കിൽ ഇടും. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞാൽ നാളെ, അല്ലെങ്കിൽ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ നാളെ മറ്റന്നാളായിട്ട് വീഡിയോ കുറവായിരിക്കും. കാരണം എന്താ വെച്ചെങ്കിൽ അവരെ 2 ദിവസമേ ഉണ്ടാവുള്ളൂ, ശനിയും ഞായറും. ഞായറാഴ്ച വൈകുന്നേരത്ത് പോകും. അപ്പോൾ അതുവരെ ഒരു ബഹളമായിരിക്കും ഇവിടെ. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഉമ്മാനായിട്ടൊരു വീഡിയോ ചെയ്യാം. അതുവരെ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സുകൾക്കും എൻ്റെ വീഡിയോ കാണുന്നവർക്കൊക്കെ ഞാൻ പറയുകയാണ്, 2 ദിവസം ലീവ് ആയിരിക്കാം ചിലപ്പോൾ. ഇല്ല ചെയ്ത് വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇവരൊക്കെ വന്ന് കടന്നുറങ്ങണ സമയത്ത് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈമാനും മാഫിയത്തും ദീർഘായുസ്സും ഉണ്ടാകട്ടെ. എനിക്ക് എൻ്റെ കുടുംബത്തിനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും വീഡിയോ കാണുന്നവർക്കും എല്ലാവർക്കും. പിന്നെ ഇന്നലെ മിഞ്ഞാന്നിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ ഒരു വാചകം പറയുന്നത് കേട്ടു. എന്തെന്നറിയോ? അൽഹംദുലില്ലാ പറഞ്ഞ് പറ്റിക്കുകയാണെന്ന്. പടച്ച റബ്ബേ, അൽഹംദുലില്ലാ പറഞ്ഞൊരു മനുഷ്യനെ പറ്റിക്കാൻ പറ്റുമോ? അൽഹംദുലില്ലാ പറഞ്ഞാൽ പറ്റിക്കലാണോ? അല്ലല്ലോ. എൻ്റെ മനസാക്ഷിക്കല്ല. അൽഹംദുലില്ലാ പറയുന്നതും നമ്മൾ ഈ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതും നമ്മുടെ മനസാക്ഷിക്കനുസരിച്ച് നമ്മൾ എന്താണ് പഠിക്കുന്നത് വെച്ചെങ്കിൽ ആ പഠിച്ചതേ പാടുള്ളൂ എന്ന് പറയണില്ലേ. 5-ൽ വിളയാത്തത് 50-ൽ വിളയില്ല എന്ന് പറയുന്നുണ്ട്, പഴമൊഴിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾക്ക് വായിൽ വന്നു പോകും. പക്ഷെ പറഞ്ഞ് ശീലിക്കാത്തവർക്ക് അത് വരില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാനെ ആരും കുറ്റം പറയല്ലേ മക്കളെ, അള്ളാഹു പുറത്തു തരില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം. ആയസോടെ ഉണ്ടെങ്കിൽ എപ്പോൾ വന്ന് നമ്മൾ വെടിവെച്ച് കൊല്ലുന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏത് ഭാഗത്ത് വരുമെന്ന് പറയാൻ പറ്റില്ല.
അല്ലെങ്കിൽ തന്നെ MTMA 16,000 പേരുള്ള മയക്കുമരുന്നും കൂടി നമുക്ക് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ല. അതിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇവരെ കയറി വരവ്. ഏതായാലും അള്ളാഹു എല്ലാവർക്കും സമാധാനമായിരിക്കട്ടെ. മറ്റുള്ള ജന്മങ്ങൾക്ക്, മൃഗങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ വന്ന് മനുഷ്യനെ വെടിവെച്ച് കൊല്ലാൻ തോന്നാത്തൊരു ബുദ്ധി അവർക്ക് കൊടുക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട്, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ട്, അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോയിൽ കാണാം, ആയുസ്സോടെ ഉണ്ടെങ്കിൽ.